അട്ടപ്പാടി വട്ടലക്കിയിൽ പാലക്കാടാണല്ലേ? അതെ, വട്ടലക്കിയിൽ കാട്ടാൻ ഇറങ്ങിയ ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. രാത്രി 9:30 കാടിറങ്ങിയ ഒറ്റയാൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തുടരുന്നുണ്ട് എന്നാണ് നിഖിൽ പരമേശ്വർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട്. നിഖിൽ, സ്ഥിരമായി ഇവിടെ ഈ കാട്ടാന ശല്യം ഉള്ള പ്രദേശമാണോ? ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒറ്റയാൻ സ്ഥിരമായി ഇവിടെ എത്താറുള്ളതാണോ? ജനവാസ മേഖലയിലേക്ക് സ്ഥിരമായി എത്താറുള്ള ഒറ്റയാൻ തന്നെയാണിത്. ഇന്നിപ്പോൾ ഏതാണ്ട് 9:30 കൂടിയാണ് ജനവാസ മേഖലയിലേക്ക് ഇതെത്തിയത്. ഈ നാട്ടുകാരും RRT സംഘവും ചേർന്ന് ഈ ആനയെ വനത്തിലേക്ക് കയറ്റി വിടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി ഇപ്പോൾ അത് ഫലവത്തായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വട്ടലക്കി, മട്ടത്തൂക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ സ്ഥിരമായി വലിയ നാശനഷ്ടം വിതച്ചു പോരുന്ന ഒരു ഒറ്റയാനാണിത്. ഇതിനിപ്പോൾ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. നാട്ടുകാർ ആദ്യഘട്ടത്തിൽ ബാളം വച്ചും ലൈറ്റുകൾ തെളിയിച്ചുമൊക്കെ ഇതിനെ കാട് കയറ്റാൻ ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയും തുടർന്ന് RRT സംഘത്തെ വിവരം അറിയിക്കുകയും അവരിപ്പോൾ സംഭവ സ്ഥലത്തെത്തി ഇതിനെ കാട് കയറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിപ്പോരുകയുമാണ്. ശരി, നിഖിൽ പ്രമേഷാണ്. ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കാണാം. അവിടെ നാട്ടുകാരൊക്കെ ടോർച്ച് ലൈറ്റൊക്കെ അടിച്ച് അതിനെ തുരത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സമയത്ത് നാട്ടുകാർക്ക് നേരെ അത് നടന്നെടുക്കുന്നതൊക്കെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ സ്ഥിരമായി ആ മേഖലയിൽ എത്തുന്ന ആനയാണ്, ഒറ്റയാനാണ്. എന്തായാലും വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി അതിനെ കാട്ടിലേക്ക് തുരത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.